നാമത്തിനുണ്ടാവട്ടെ. ഈ ദിവസത്തിൻ്റെ ഈ പ്രഭാത വേളയിൽ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പ്രിയ സഹോദരൻ ഓസ്റ്റിൻ പ്രതിഭ അവരുടെ പ്രിയ പൈതലിൻ്റെ പ്രതിഷ്ഠ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഇന്ന് ഈ സാഹചര്യത്തിലൂടെ വരുന്നത്. അതിനായിട്ട് ദൈവം തന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കും നന്മകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ അനുഗ്രഹീതമായ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ നിർവഹിക്കുന്നതിനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ദൈവനാമത്തിൽ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ രാജു ജോസഫ്, സൗത്ത് കേരള സെക്ഷൻ്റെ ട്രഷറർ രാജാജി സാർ, അതുപോലെ ഈ സഭയുടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ഈ സഭയുടെ പാസ്റ്ററായിരുന്ന മുകേഷ് മണി വളരെ തിരുവനന്തപുരം സഭയുടെ സഭയിലുമായിട്ട് സേവനമെത്തിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട പാസ്റ്റർ രാജു ജോസഫ് സാറിൻ്റെ മിസ്സസ്, അതുപോലെ സാറിൻ്റെ മിസ്സസ്, ഇവരെല്ലാവരെയും ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതോടൊപ്പം ഈ ശുശ്രൂഷയുടെ അവരുടെ സാന്നിധ്യം നമ്മളോടുകൂടെ ഉള്ളതിൽ സന്തോഷവും രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ പ്രതിഭയുടെ ഭാഗത്ത് നടന്ന പേരൻസ്, അതുപോലെ ജെയിംസ് ജാക്സൺ, ഇവരെയും ഞാൻ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ സന്തോഷകരമായ ഈ സാഹചര്യത്തിലേക്ക് ദൈവനാമത്തിൽ ഭാഗമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഈ പ്രഭാതത്തിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്നതിൽ കൂടെയുള്ളതായ അനുഗ്രഹവും നന്മയും സന്തോഷം നൽകട്ടെ. ഞങ്ങളുടെ സഭ നോക്കാൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു. ദൈവം ഞങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായിട്ട് സത്യപ്രകാരങ്ങളെന്ന് 53 നല്ല ദൈവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി തീർച്ചയായും എഴുന്നേൽക്കുന്ന നല്ല ദൈവനെ
വാക്യം. സുവിശേഷം 18-ാം അധ്യായം 15-17 വായിക്കുന്നു. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു. യേശുവോ അവരെ അരികെ പിടിച്ച്, പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെ ഉള്ളവരുടേത് ആകുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവം ഈ ദൈവത്തെ ഭാഗങ്ങൾ നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് മുഖ്യമെന്നത് ബഹുമാനമുള്ള കർഷകരുമായി പ്രാർത്ഥിക്കും. இருக்கும் நல்ல கர்த்தாவே, இந்த நல்ல காலை வேலைக்காக கூட ஸ்தோத்திரம். பல இடங்களாக இருந்த அடியார்கள் இந்த ஆலயத்திலே கூடி வந்து உம்மை நோக்கி விருப்பம் ஸ்தோத்திரம் தெரிவிக்க ஸ்தோத்திரம். தேவரே, அடியார்கள் என்ன நோக்கத்தோடு இந்த நாளிலே விசேஷமாக கூடியிருக்கிறோம் என்பதை நீர் முன்கூட்டியே அறிந்திருக்கிறேன். தேவரே, இங்கு வந்திருக்கிற ஒவ்வொருவரையும் ஒத்திருக்கிற அந்த ரூபா விசேஷமாக தேவரே சகோதரன் ஆஸ்டினையும் ஆஸ்டினுடைய மனைவியும் அவர்களுக்கு தயவாய் மீண்டெடுத்த நல்ல பிஞ்சு குழந்தையும் ஒத்திருக்கிற ரூபா தேவரே, அந்த பிள்ளையை முதல் திருப்பாத்தில் வைத்து டெடிகேட் பண்ணுவதற்காக வந்திருக்கிறார்கள். தேவரே, உமது பிள்ளைகளை விசேஷமாக ஆசீர்வதிக்க வேண்டும் என்ற கெஞ்சி ரூபா. தேவரே, என்ன நோக்கத்தோடு அவர்களுக்கு இந்த குழந்தையை நீர் கொடுத்தீர் என்பதை நீர் அறிகிறேன். அந்த நோக்கம் நிறைவேறும்படியாக உமது திருப்பாத்திரை கொண்டு வந்திருக்கிறார்கள். தேவரே, நீ தாமே அந்த பிள்ளையை ஆசீர்வித்து பலப்படுத்தி சக்திப்பட்டு கெஞ்சிருக்கிறோம். நல்ல ஞானத்தோடும் புத்தியோடும் நல்ல ஆரோக்கியத்தோடும் பலத்தோடும் வளர்ந்து தேவரே, உமது திரு நாமத்திற்கு மகிமையுள்ள பிள்ளையாக லோகத்திற்கு நல்ல சாட்சியாக தேவரே இருந்து ஜீவிக்கும்படியான நல்ல கிருபைகளை நீர் பரிந்து கொடுக்கிறோம். தேவரே, அதுபோல ஆஸ்டினுடைய பெற்றோருக்காக ஜெபிக்கிறோம்ப்பா. தேவரே, ஆஸ்டினுடைய அம்மாவுக்கு இருக்கிற வேலையிலிருந்து மட்டுமாக விடுதலை கொடுத்து தேவரே இந்த ஆலயத்திலே கூட்டி சேர்த்திருக்கிறேன். நன்றி, ஸ்தோத்திரம். தேவரே, நீர் பரிபூர்ண விடுதலை நீர் பக்திலிருந்து கொடுத்து தேவரே வேதப்பட்டிருக்கிற பாவங்களை எல்லாம் நீர் தொட்டு தேவரே உமது கல்வாரி இரத்தத்தால் தடவி குணப்படுத்த வேண்டும் என்றால் கெஞ்சிக்கிறோம்ப்பா. தேவரே, அந்த குடும்பத்திற்கு ஒரு சமாதானத்தை சந்தோஷத்தை நல்கும்படியாக உமது மன நூலை விதிக்க வேண்டும் என்றால் கெஞ்சிக்கிறோம்ப்பா. தேவரே, அதுபோல ஆபத்தை திருக்கருதலும் தேவரே உமது மகனை நீர் விசேஷமாக ஆசீர்வதித்து பலப்படுத்தி நன்மையினால் கிருபையினால் சொல்லி காத்தல் என்றால் அதுபோல பிரதிவோட பெற்றோருக்காக ஜெபிக்கிறோம்ப்பா. சகோதரர்களுக்காக ஜெபிக்கிறோம்ப்பா. அவர்களை நீர் அவர்களுடைய யாத்திரையெல்லாம் புடைந்து தேவரே நீர் வழிநடத்தினீர். நன்றி, ஸ்தோத்திரம் ஸ்தோத்திரம் ஸ்தோத்திரம். தோப்பினே வெளியே அவர்களை நீர் விசேஷமாக ஆசீர்வதிக்க ஜெபிக்கிறோம். அதுபோல 2 பேருடைய குடும்பங்கள் ஒவ்வொருவரையும் ஒத்திருக்கிறோம். அதுபோல இங்க வந்திருக்கிற ஒவ்வொருவரையும் ஒத்திருக்கிறோம். ஆசீர்வதியும் பலப்பட்டும் நன்மையினாலும் கிருபையினாலும் காத்துக்கொள்ளும். விசேஷமாக கேட்க போற நல்ல தூதற்கான ஸ்தோத்திரம். தூதை தொடுக்கிற மகனை ஒத்திருக்கிறோம்ப்பா. தேவரே, இந்த பிள்ளையை ரெக்கை செய்யும் போது அந்த தூது திருநாளும் மைபடும்படியாக அடியார் கேட்கிற ஒவ்வொருவருக்கும் தேவரே மன சாந்தியும் சமாதானத்தையும் தேவரே ஜீவியத்தில் நல்ல ஒரு திருப்பத்தை தரக்கூடிய நல்ல வார்த்தையாக மாறுபடியாக கிருபை செய்யுங்கள். ஆசீர்வதி பலப்பட்டும் நன்மையினால் கிருபையினால் காத்துக்கொள்ளும். துதி கனமுடையை ஆற்றி மேற்கொள்ளும். இயேசு கிறிஸ்துவின் நாமத்தில் தாழ்மையை வேண்டிக் கொள்கிறோம். ஜீவனுள்ள லோகமே, ஆமென். ஆவியில் மகிழ்ந்து
അനുഗ്രഹപൂർണമായ ഒരു ശുശ്രൂഷ ഇന്ന് നമ്മൾ ചുരുക്കത്തിലെ ആളുകൾക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവത്തെ ആക്ഷേപനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. വാസ്തവത്തിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശുശ്രൂഷയായിട്ടാണ് ഇന്നത്തെ ഈ ശിശു പ്രതിഷ്ഠ. കാരണം സഹോദര സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നാം നടത്തുന്നത് ഓരോ ശബദ ദിവസത്തിലായിരിക്കും കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠ ശുശ്രൂഷ നടത്തുന്നത്. അതുപോലെ തന്നെ ദിവ്യ ആരാധനയ്ക്ക് തുടക്കമായിട്ടായിരിക്കും അതിൻ്റെ ശുശ്രൂഷകൾ നടത്താറുള്ളത്. എന്നാൽ ഇന്ന് ഒരു പ്രത്യേക ദിവസമായിട്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള ശുശ്രൂഷയായിട്ടും നടത്തണമെന്ന് ഓസ്റ്റിൻ ആവശ്യപ്പെടുകയുണ്ടായി. അത് പ്രത്യേകമായിട്ട് പറയുവാൻ കാരണം എന്ന് പറയുന്നത് ഇന്ന് പൈതലിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേയാണ്. അപ്പോൾ ആ ദിവസം തന്നെ നടത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. നേരത്തെ ഇവരുടെ വെഡിങ് ഡേ നടത്തണം
എന്ന് പറഞ്ഞൊരു ഡേറ്റ് കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്ക് നൽകുകയുണ്ടായി. അന്ന് ഞങ്ങൾ ക്രമീകരണങ്ങളൊക്കെയും ചെയ്തുവെങ്കിലും കടന്നു വരുവാൻ നമുക്ക് കൂടി വരുവാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് വേണ്ടി അത് മാറ്റി വെച്ചതിൽ ശരിയായി സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് സിസ്റ്റർ പ്രതിഭയുടെ ഭവനത്തിൽ നിന്ന് മാതാപിതാക്കൾ പ്രിയപ്പെട്ടവരൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ മലയാളം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാവർക്കും മനസ്സിലാകും നന്നായി. അല്ലെങ്കിൽ പിന്നെ ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കേണ്ടതോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സൗത്ത് കേരള സെക്ഷന്റെ നാമയത്തിലുള്ളതായ സ്നേഹബന്ധനം ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒത്തിരി ക്രമീകരണങ്ങൾ ഭവനത്തിലൊക്കെ നടത്തി എല്ലാവരും അങ്ങോട്ടുള്ളതായ ആ ഒരു വലിയ വാഞ്ചയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ എത്രയും വേഗം ഇവിടുത്തെ പ്രോഗ്രാം തീർത്ത് നമുക്ക് അവിടെ പോകണം. പാസ്റ്റർ പറഞ്ഞ് നമുക്ക് 11 മണിക്ക് ഇവിടുത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ ശുശ്രൂഷകൾക്കും കൂടി തന്നിരിക്കുന്നത് 1/2 മണിക്കൂർ സമയമാണ്. അതിനും നേരത്തെ നിർത്തണമെന്നാണെന്ന് തോന്നുന്നു. പ്രതിഭയുടെ ചിരി കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി നേരത്തെ നിർത്തിയ കൊള്ളാം എന്നുള്ളതാണ്. ഞാൻ വലിയ പ്രസംഗങ്ങളൊന്നും നടത്തുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുടുംബം അതിന് അടിസ്ഥാനമിടുമ്പോൾ അത് ദൈവത്താൽ സ്ഥാപിതമായ ഒരു ശുശ്രൂഷയാണ് എന്ന് നമുക്കറിയാം. കുടുംബത്തിന്റെ അടിസ്ഥാനമിടുന്നത് ഏതൊരിലാകുന്നു ദൈവമാണ് കുടുംബത്തിന് അടിസ്ഥാനമിട്ടതായ വ്യക്തി. അപ്പോൾ ദൈവം മനുഷ്യന് പാർക്കുവാൻ ഒരിടം കണ്ടെത്തിയതോടൊപ്പം തന്നെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവനൊരു കുടുംബമായി ജീവിക്കണം, അവൻ ദേശത്ത് വെറ്റിപ്പെരുക്കി ജീവിക്കണം എന്നൊക്കെയും ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ദൈവം ഒരു കുടുംബ ജീവിതത്തെക്കുറിച്ച് വിലയിരുത്തപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ദൈവം ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവനായി ജീവിക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു കുടുംബം അടിസ്ഥാനപ്പെടുന്നത് ഒരു സ്ത്രീയും പുരുഷനും മാത്രം ജീവിക്കുമ്പോൾ അതൊരു കുടുംബമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അവർക്ക് മക്കൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ആ കുടുംബത്തെ ദൈവം അതൊരു കുടുംബമായി മാറുന്നത്. അതായത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടി വരുമ്പോഴാണ് അതൊരു കുടുംബമായി മാറുന്നത്. അപ്പോൾ കുടുംബത്തിന് വലിയ വലിയ പ്രാധാന്യമുണ്ട്. പഴയ നിയമകാലത്താണെങ്കിലും പുതിയ നിയമകാലത്താണെങ്കിലും കുടുംബത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം നിലനിർത്തുന്നത് ആരിൽ കൂടി എന്ന് ചോദിച്ചാൽ വരും തലമുറയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യമുള്ളവരായി നിലനിൽക്കുമ്പോൾ മാത്രമേ ആ കുടുംബത്തെ എപ്പോഴും ശ്ലാഘിക്കുവാൻ അല്ലെങ്കിൽ അവരെ വിലയിരുത്തപ്പെടുവാനൊക്കെ ഇടയായി തീരുന്നു. ഇപ്പോൾ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ബ്രദർ ഓസ്റ്റിനും അതുപോലെ തന്നെ പ്രദീപയും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഓഫീസിലെ ഏറ്റവും ചെറിയ ആളുകളാണെന്ന് തോന്നുന്നത്. പ്രായം കൊണ്ടും എല്ലാം ചെറിയ ആളുകളാണ്. അപ്പോൾ ഇവർക്ക് ഒരു കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിന് ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ഒരു ദിവസം നാം കണ്ടെത്തിയിരിക്കുന്നത്. ഒന്ന്, ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒന്നാണ് നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 127 നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വാക്യമാണ്. അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന വാക്യം എന്താണ്? 127 3 മുതൽ 5 വരെയുള്ള വാക്യം. അവിടെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും എന്നതാണ് ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകും. എന്നതാണ് വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അങ്ങനെ ആകുന്നു യൗവനത്തിലെ മക്കൾ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു അവൻ എങ്ങനെയുള്ളവൻ അവയെ കൊണ്ട് തന്നെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ
അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകയില്ല. നമ്മൾ നോക്കുക, ഒരു കുടുംബത്തിൽ ഒരു പൈതൽ ഉണ്ടാകുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു അത് ദൈവം നൽകുന്ന അവകാശം. വേദപുസ്തകത്തിൽ നമുക്ക് ഒത്തിരി കുടുംബങ്ങളെ കാണുവാൻ സാധ്യമാണ്. ദൈവം ചില സമയങ്ങൾ അവർക്ക് വേണ്ടി ക്രമീകരിച്ചതിന് ശേഷമാണ് മക്കളെ ഉണ്ടാകുന്നത്. നമ്മൾ സാറയുടെ കഥ പഠിച്ചാലും അതിനുശേഷമുള്ളതായ കഥകൾ നമ്മൾ കാണപ്പെടുന്നത് അടുത്ത തലമുറയിലേക്ക് വരുമ്പോഴും മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇത് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രതിഫലമായിട്ട് നാം കാണും. അങ്ങനെ തരുമ്പോഴത്തേക്കും നാം എന്ത് ചെയ്യണം? നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞ് നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വരേണ്ടത്? ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം? അഡ്വന്റിസ്റ്റുകാർക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതായ, ഞാൻ പലപ്പോഴും പള്ളികളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ. അവിടെ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ വളർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരണം. അതെങ്ങനെയാണ് ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്? നമ്മൾ ചുമ്മാ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ആ ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവയേകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നീ ചെയ്യണം, നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അതുപോലെ തന്നെ നീ ചെയ്യേണ്ടത് എന്താണ്? നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ആദ്യം പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിന്റെ നിയമങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനുശേഷം പറയുന്നത് 7-ാമത്തെ വാക്യം, എല്ലാവരും ഇന്ന് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്ന എല്ലാ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടത്, സെവന്ത്-ഡേ അഡ്വന്റിസ്റ്റ് സഭയിലെ വിശ്വാസികളായിട്ടുള്ള മാതാപിതാക്കൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്, അവിടെ പറഞ്ഞിരിക്കുന്നു, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. എങ്ങനെയാണ്? നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കണം. ഇന്ന് എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും മക്കളുമായിട്ട് നല്ലൊരു സംവാദം പോലും ഇല്ല, സംസാരം പോലും ഇല്ല. എല്ലാവരും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഒരു വീട്ടിൽ 5-6 പേരുണ്ടെങ്കിൽ 5 പേർക്ക് ചിലപ്പോൾ 10 ഫോണുണ്ടാകും. എല്ലാവരും ഇപ്പം എന്താണ്? ഈ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് വിടുക, മറ്റു കാര്യങ്ങൾ. ആരും പരസ്പരം സംസാരിക്കുന്ന പോലുമില്ല. മക്കളെ ചിലപ്പോൾ മാതാപിതാക്കളുമായിട്ട് യാതൊരു രീതിയിലുള്ള ഇടപെടലുകളുമില്ല. അതുകൊണ്ട് എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ വഴി തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ദൈവം പ്രവാചകന്മാർ മുഖേന മുന്നമേ അറിയിച്ചിരിക്കുകയാണ്. എന്താണ് നീ ചെയ്യേണ്ടത്? നീ ആദ്യം ചെയ്യേണ്ടത്, നീ ദൈവത്തിന്റെ വചനത്തെ, ദൈവീയ കൽപ്പനകളെ അത് ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യണം. അതിനുശേഷം നീ ചെയ്യേണ്ടത് എന്താ? നീ ഇത് നിന്റെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് ഇത് ചുമ്മാ ഒരു ദിവസം പറഞ്ഞാൽ പോരാതെ പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ്? നീ കിടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, എല്ലായ്പ്പോഴും നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് ബോധം വെക്കണം. ഇന്നത്തെ ഈ ശുശ്രൂഷ അതിനുവേണ്ടിയുള്ളതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഭയിൽ ഒരംഗം കൂടി ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മിസ്റ്റർ ഹോസ്റ്റിനും പ്രതിഭയ്ക്കും മാത്രമല്ല ഈ പൈതലിനെ മധ്യോപദേശത്തിൽ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ട് വരുവാനുള്ള കർത്തവ്യം. ഈ മോനെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പുതിയ സഭയുടെ ഒരു മെമ്പറായിട്ട് ചേർക്കപ്പെടുകയാണ്. ഇദ്ദേഹത്തിനെ ഇനി എന്ത് ചെയ്യും? ഇദ്ദേഹത്തെ ഇന്ന് പ്രതിഷ്ഠ പ്രാർത്ഥന കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ ഒരു പുതിയ ആളുകൾ വന്നിട്ടുണ്ട് എന്ന് ഡിവിഷനിൽ അറിയിച്ചിട്ട് അവിടെ നിന്ന് തന്നെയാണ് സർട്ടിഫിക്കറ്റ് നേരിട്ട് മേടിക്കുന്നത്. നമുക്ക് സാധാരണ ഒരു കല്യാണത്തിനാണ് സെക്ഷൻ എടുക്കുക,
അതുപോലെ തന്നെ ഏത് കാര്യത്തിലും സഭ സെക്ഷൻ. പക്ഷേ ഇതെവിടെ വരെ നമ്മൾ അറിയിക്കും? ഡിവിഷൻ വരെ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളതായ നമ്മുടെ സഭ അറിയപ്പെടും. അത്രമാത്രം വലിയൊരു കെട്ടുറപ്പോട് കൂടിയാണ് നമ്മുടെ സഭ നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇന്ന് നിങ്ങൾ ചെയ്യുന്നതായ ഈ തീരുമാനം അത് ദൈവസന്നിധിയിൽ നിങ്ങൾ മാത്രമല്ല, ഈ സഭ മൊത്തമായിട്ട് ഇവിടെയുള്ളതായ ഓരോ വിശ്വാസികൾക്കും ഈ മാതാപിതാക്കളോടൊപ്പം തന്നെ ഈ പൈതലിനെ ദൈവസന്നിധിയിൽ നിലനിർത്തിക്കൊണ്ട് വരേണ്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇവിടെ 4 കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് വേദപുസ്തകം പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഒരു കുഞ്ഞിന് ജനിക്കുമ്പോൾ അത് ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ് എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. ഒന്നാമതായിട്ട് നാം ചെയ്യേണ്ടത് അതാണ്, ദൈവത്തിന് നന്ദി പറയുക. പിന്നെന്താണ്? യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ പൈതലിനെ വളർത്തുവാൻ മാതാപിതാക്കൾ ഉടമ്പടി ചെയ്യുക. എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പഥ്യോപദേശം നൽകി അനുസരണയുള്ള ദൈവമയമുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരെ, മുത്തച്ഛനെ മുത്തശ്ശിയെ ഒക്കെ എന്ത് ചെയ്യണം? സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പൈതലായിട്ട് വളർത്തിക്കൊണ്ട് വരണം. അതിന് ഉത്തരവാദിത്വം മൊത്തത്തിൽ ആരിലാണോ രക്ഷിതമായിരിക്കുന്നത്? നിങ്ങൾ മാതാപിതാക്കളിൽ 2 പേരിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ രീതിയിൽ വളർത്തിക്കൊണ്ട്. മൂന്നാമത് ചെയ്തതാണ്, മാതാപിതാക്കൾക്ക് ഈ ഉത്തരവാദിത്വം നിറവേറ്റത്തിന് ആവശ്യമായ ചുറ്റുപാടുകൾ ആരൊരുക്കി കൊടുക്കണം? സഭയെ ഒരുക്കി കൊടുക്കണം. പള്ളിയിൽ ഈ കുട്ടി വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം? അവന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ അവനറിയാതെ. കൊച്ചുകുട്ടികളുടെ വരുമ്പോഴത്തേന് കുഞ്ഞുങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? പാട്ട് പാടുവാനും വാക്യം പറയുവാനും അതുപോലെ പള്ളിയിലെ മറ്റു കാര്യങ്ങൾ ചെയ്യുവാനൊക്കെയും അവനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പോകാൻ. ഇപ്പോ ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഒരു മീറ്റിംഗ് ഞാൻ നേരത്തെ കൂടിയ സമയത്ത് അവരൊരു ഡിവിഷൻ എടുത്തൊരു തീരുമാനം എന്താണെന്ന് അറിയാമോ? വായിക്കുവാനായിട്ട് പ്രായമായ കുട്ടികൾ, അതായത് 10 വയസ്സോ 5 വയസ്സോ ഉള്ള കുട്ടികളാണ് ഒരു ഡിവൈൻ സർവീസിന് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുപോകണം, സ്റ്റേജിൽ കൊണ്ടുവരണം. വേദപുസ്തകം വായിക്കുവാനായിട്ടോ കഥ പറയുവാനായിട്ടോ ഒക്കെ ഡിവൈൻ സർവീസ് മെയിൻ ശുശ്രൂഷയിൽ പങ്കാളിയാക്കണം. യുവാക്കൾക്ക് സ്ഥാനം കൊടുക്കണം. ഇതൊക്കെ എന്തിനാണെന്ന് അറിയാമോ? ഇന്ന് ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഈ പെട്ടെന്ന് ഇവിടുന്ന് പോകും. അടുത്ത തലമുറ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ സഭയും ഈ വിശ്വാസവും നിലനിന്ന് പോകുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് പോലെ തന്നെ ആര് നിറവേറ്റണം? സഭാവിശ്വാസികൾ. യേശുക്രിസ്തുവിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? കുട്ടികള് യേശുക്രിസ്തുവിലേക്ക് വരാൻ കഴിയപ്പെടുന്നത് എന്താണ്? ശിഷ്യന്മാർ വരാൻ പറ്റത്തില്ല, തടഞ്ഞ് ഇങ്ങോട്ട് വരരുത്, അത് ഇതിന് എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നാണ്. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞ കുട്ടികളെ എന്റെ എനിക്ക് വരണം, അവരെ തടയാൻ പാടുള്ളതല്ല. അവരിതൊക്കെ കേൾക്കണം, അവർ കാണണം, പഠിക്കണം. അവർക്ക് കുഞ്ഞു മക്കളായിട്ടിരിക്കും. അവർക്കതാണ് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അതുപോലെ വലിയ വളരെ ആങ്സൈറ്റിയും അല്ലേ, എന്താണ് എന്ന് കാണുവാൻ, എന്ത് നടക്കുന്നതെന്ന് കാണുവാനുള്ള വലിയൊരു ആകാംക്ഷ. അതോടൊപ്പം തന്നെ അവർക്ക് അതിനെ ഗ്രഹിക്കുവാനുള്ളതായ ഒരു വൈവിധ്യം. അത് ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഥ്യോപദേശം വളർത്തി കൊണ്ടുവരണം. അങ്ങനെ വരുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും സഭാ ശുശ്രൂഷകളിൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുഞ്ഞിനെ അനുഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ള ശുശ്രൂഷ. അപ്പോൾ ഇത് 4. ഇപ്പൊ നിങ്ങൾ നമ്മൾ നടത്താൻ പോകുന്നതിന്റെ 4ാമത്തെ ശുശ്രൂഷ. ബാക്കി 3 കാര്യങ്ങളും നിങ്ങൾ ദൈനംദിനം അനുവർത്തിച്ചു വരേണ്ടതാണ്. അത് മനസ്സിലായോ? ആദ്യത്തെ കാര്യം, അത് ദൈവം നമുക്ക് നൽകിയതാണ്. എപ്പോഴും നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ അതിനൊരു ആദരവും ബഹുമാനവും കൊടുക്കണം. 2ാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പൈതലിനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരണം. 3ാമത്
സഭയായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല മാതൃകയായിരിക്കണം. മാനവമായി നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് വരവേൽപ്പിക്കുന്ന ഒരവസ്ഥ ആണ് ഇപ്പോഴുള്ളത്. ആയതുകൊണ്ട് ഈ സമയം ബ്രദർ ഓസ്റ്റിന്, അതുപോലെ തന്നെ സിസ്റ്റർ, നിങ്ങൾ രണ്ടുപേരും മോനെ കയ്യിലെടുക്കുക. ഓസ്റ്റിൻ, അതുപോലെ തന്നെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ഇവിടോട്ട് വരാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ അമ്മയ്ക്ക് വരാൻ പറ്റുമോ? ഇവിടെ വന്ന് നിങ്ങൾ മുന്നിൽ വന്നിരിക്കുക. അമ്മമാര്, അച്ഛന്മാര്, ഈ മുതിർന്ന ആളുകൾക്ക് കൊണ്ട് വന്നിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തിന് ഉള്ളതായ ഏകമകൻ അല്ലേ? സ്വാതന്ത്ര്യത്തിന്റെ ഏകമകനാണ് ഓസ്റ്റിന്. ഇവിടെ മൂത്ത മകൻ, ഇനിയുള്ള മക്കൾ ആയിരിക്കുന്ന അതെനിക്ക് ഇനിയുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ രണ്ടാളും ഇവിടെ ഒരാളുമുണ്ട്. ഇതെല്ലാം അണുകുടുംബമാണ്. ഈ അണുകുടുംബമാകുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ ഉത്തരവാദിത്വം. ഇപ്പൊ ഇവിടെ ഈ ഓസ്റ്റിൻ എന്ന് പറയുന്ന ആളിന് ഭയങ്കര ഉത്തരവാദിത്തമാണ്. കാരണം എന്താണ്? വേറെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. സെക്കൻഡ് ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഈ ആളാണ് ഇനി ആ അച്ഛൻ്റെ അമ്മയുടെ, അതുപോലെ തന്നെ നാം ഉൾക്കൊള്ളുന്നതായ നമ്മുടെ ആ ചുറ്റുപാട് നോക്കി ഒരു വൃക്ഷം പോലെയാണ് ഓരോ വ്യക്തിയും, ഒരു മരം പോലെയാണ് ഓരോ വ്യക്തിയും. നമുക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ടല്ലേ? ഇപ്പം ആൽബർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആൽബർട്ടിന്റെ ഒരു പോർഷനാണ് ഈ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചാണ് ആ ഇരിക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ സഹോദരങ്ങളാണ്. മാതാവുണ്ടാകും, പിതാവുണ്ടാകാം, പിന്നെ അങ്കിളുണ്ടാകും, ആന്റിയുണ്ടാകും. ഇതെല്ലാം അല്ലേ നമ്മൾ നോക്കണം. ഓരോ വ്യക്തിയും നോ പഠിക്കാൻ ചെയ്യാനേ സിംഗിൾ പേഴ്സൺ ഒരാൾക്ക് ഒരു വ്യക്തിയായിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. നമ്മളെല്ലാവരും പല ബന്ധങ്ങളിൽ കൂടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ കുടുംബം എന്ന് പറയുമ്പോഴത്തെ നാം എന്ത് ചെയ്യും? കുറെ കൂടി അടുക്കും, അല്ലെങ്കിൽ ഈടുത്തതായി. ആ ഈടുറ്റ ബന്ധമാണ് നമ്മൾ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധം. അതാണ് ഇതിന്റെ ബ്രാഞ്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഓസ്റ്റിൻ. അപ്പൊ ഓസ്റ്റിനെ പോലെ ഒരു കുട്ടി ഉണ്ടായപ്പോഴത്തെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ വൃക്ഷം അല്പം കൂടി വളർന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിങ്ങൾ രണ്ടുപേരല്ല, ഇവിടെ ഇപ്പൊ ഞാൻ 4 പേരെ വിളിച്ചെത്തിയെങ്കിൽ ഒത്തിരി ബന്ധങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ശക്തീകരിക്കുന്ന ആരാണ്? ഈ ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. ആ ബന്ധത്തിൽ കൂടി ഒരാളും കൂടി ആഡ് ചെയ്തിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഈ കുഞ്ഞിനോട് നിങ്ങൾ ഓരോ ദിവസവും ഓരോരുത്തരെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയും. ഇത് വലിയച്ഛനാണ്, വലിയമ്മയാണ്, ഇത് മമ്മിയുടെ പപ്പായാണ്, മമ്മിയുടെ അമ്മയാണ്, സഹോദരിയാണ്, എല്ലാ ആളുകളും പറയും. അപ്പൊ എന്ത് ചെയ്യും? ഇന്നത്തെ തലമുറയിൽ നാം ഇത് ചെയ്യാത്തത് കൊണ്ട് എന്താണെന്നറിയാമോ? ഒരു തലമുറ അപ്പുറത്തോട്ട് പോയാൽ നമുക്ക് ആരും തിരിച്ചറിയില്ല. ഇതാരാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തക്കാരെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് അപ്രകാരമുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നാം ദൈവത്തിന് സാക്ഷ്യമുള്ളവരായി നിലനിൽക്കണം. അതുകൊണ്ട് ഈ പ്രിയ മാതാപിതാക്കള് അഥവാ ഈ മുതിർന്നവര് ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ ദൈവമായ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു എന്ന് ചിന്തിക്കണം. എന്തിനാണ്? ദൈവിക സ്നേഹം നിലനിർത്തുകയും അതുപോലെ ദൈവികമാകുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റപ്പെടുവാൻ അല്ലേ? ഓസ്റ്റിനെ ഇന്ന് ഓസ്റ്റിന്റെ മാതാപിതാക്കളെ എങ്ങനെ ശുശ്രൂഷിക്കുന്നു എന്ന് ഈ കുഞ്ഞ് കണ്ടുപിടിക്കുമ്പോഴത്തെ എന്ത് ചെയ്യും? അവൻ നിങ്ങൾ ഇതുപോലെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ അവൻ നിങ്ങളെ ശുശ്രൂഷിക്കും. അതിനുള്ളതായ ഒരു തയ്യാറെടുപ്പ് നമ്മളെപ്പോഴും ഉണ്ടാകും. നമ്മളല്ല അങ്ങനെ ഇതിനെന്തെന്നറിയാമോ? ഇന്ന് വേദപുസ്തകം എന്ന് പറയുന്നത് പറയുന്നത് 5-ാമത്തെ കൽപ്പന അല്ലേ? എന്താ പറയുന്നത്? നീ പാർക്കുന്ന ദേശത്ത് ദീർഘായുസോട് ഇരിക്കാൻ നീ എന്ത് ചെയ്യണം? അമ്മേനെ ബഹുമാനിക്കണം. അമ്മേനെ ബഹുമാനിച്ച് കാണിച്ചേക്കാം. ചില ആളുകൾ പറയും, ഞാൻ ഒരിടത്ത് നേരത്തെ ഒരു ശിശുപ്രതിഷ്ഠയ്ക്ക് പോയപ്പോഴത്തെ ആ വീട്ടിലെ ഈ ചെറുക്കൻ്റെ അല്ലെങ്കിൽ ഹോസ്റ്റിന്റെ പോലെ അവിടുത്തെ ചെറുക്കൻ ആ പുരുഷന്റെ അമ്മയെ കൊണ്ട് ആ കൊച്ചിനെ എടുപ്പിക്കുന്നില്ല. അമ്മ ഈ കൊച്ചിനെ എടുക്കണ്ട എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്?
ഭാര്യ പറഞ്ഞു, അമ്മ ഈ കൊച്ചിനെ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഇവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് പറയണേ, എന്റെ കുഞ്ഞുമോനെ എനിക്ക് വന്നേരം കളിപ്പിക്കാനായിട്ട്. അത് നമ്മുടെ സ്കൂളിലെ ഒരു ആയയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് പറയണേ, എന്റെ മോനെ എനിക്ക് എടുക്കാനായിട്ട് ഒരു അവസരം തരണമെന്ന്. അപ്പൊ എന്ത് ചെയ്ത്? ഇവര് രണ്ടാമക്കളാണ്. ഇതിന് ഇളയാളുടെ കുട്ടിയാണ്. അവരെ അവിടെ നോക്കി നടക്കുന്നത്. അപ്പൊ ഞാനാണ് ചെറിയ 3ാം ക്ലാസ് പഠിച്ചത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ദിവസം നടക്കുമ്പോൾ നീ ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്ന വളരെ തെറ്റ്. കാരണം നിന്റെ അച്ഛനും അമ്മയും നീ നിന്നെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നു. നീ ചെറിയ ക്ലാസ്സിലൊക്കെ വയ്ക്കുമ്പോഴത്തെ 3 ഞാൻ പഠിച്ചിട്ടുണ്ട് സോഷ്യലി. അതുകൊണ്ട് ഇത് ഓർക്കണം. ആ സമയത്തൊക്കെ നീ നിന്നെ എങ്ങനെ അമ്മ കൊണ്ടുവന്നു നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, ഞാനിതെല്ലാം ഓർക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, എന്റെ ഭാര്യ ഇതിന് സമ്മതിക്കുന്നില്ല. ഭാര്യ സമ്മതിക്കുന്നില്ല. നീ അവിടെ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നീട് കുറച്ചാൾ അവര് വേറെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നു. ഞങ്ങൾ അവിടെ അതുകൊണ്ട് ഞാൻ ആ പ്രതിഷ്ഠയുടെ സമയത്ത് ഇതെല്ലാം അവരോട് പറഞ്ഞു. ആ സമയത്തൊക്കെ അവർ വളരെ സന്തോഷമായിപ്പോയി. അന്നത്തെ ദിവസം കുട്ടി എല്ലാവർക്കും കൊടുത്തു, അനുഭവിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ എന്ത് ചെയ്ത്? ഈ കുട്ടിയെ എല്ലാവരും എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി താമസിക്കും. അവർ ഭാര്യ ഭർത്താവ് വേറെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അപ്പൊ ഞാനിപ്പോൾ അതിനെല്ലാം ചോദിച്ചത്, നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കുന്നത് ആര് കാണണം? നമ്മുടെ മക്കള് കാണണം. അതുകൊണ്ട് അങ്ങനെ ഒരു അംഗീകാരം നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ കൊടുക്കണം. ഇനി നിങ്ങളുടെ കുഞ്ഞ് മാത്രമല്ല, ഈ കുഞ്ഞ് ആരെയാണ്? ജീവിക്കുന്ന എല്ലാവരും. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്റെ കുട്ടിയാണെങ്കിലും മിസ്റ്റർ ആൽബർട്ടിനും അതുപോലെ മിസ്സിസ് ആൽബർട്ടിനും ഈ അവരുടെ എന്താ ഹരിചന്ദ്രൻ, ദൈവത്തിന്റെ ഒരാളാണ്, ഒരു പ്രതിനിധിയാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ട ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ ദൈവസന്നിധിയിൽ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അമൂല്യമായ നിധി പോലെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ സഭ മുഴുവനായി നിങ്ങളോടൊപ്പം ചേർന്ന് തുടർന്ന് ഈ കുഞ്ഞിനെ പ്രായപൂർത്തിയായി കർത്താവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവ കുടുംബത്തിന്റെ ഭാഗമായി തീരും വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഈ കുഞ്ഞിനെ കർത്താവിന്റെ പരിപാലനത്തിലും ശിക്ഷണത്തിലും വളർത്തിയെടുക്കുവാൻ എല്ലാ മുഖാന്തരങ്ങളും ഉപയോഗിക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും വാഗ്ദാനം ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞ കഥകളെല്ലാം പറഞ്ഞിട്ട് അതുപോലെ വേണം. സ്നേഹിക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കണം. ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന അവർ ദൈവത്തിന്റെ സന്നിധിയിൽ അത്യാവശ്യത്തോടു കൂടി അത് വളർത്തിക്കോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് ഏറ്റവും കൂടുതൽ വളർത്തുന്ന അവരെ രണ്ടുപേരും അല്ലേ? ഇവര് ഒരാഴ്ച 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ അവരുടെ കൂടെ ഉണ്ട്. കാരണം എല്ലാ ആഴ്ചയിൽ 5 ദിവസവും ഓഫീസിൽ വരും ഇവർ രണ്ടുപേരും. ഇയാളെ ഇവരെ ഏൽപ്പിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓർക്കുക, ദൈവം നിങ്ങൾക്ക് നൽകി ഇനിയും നിങ്ങളെ നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓർത്തിരിക്കുക, സദൃശവാക്യം 22-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം പറയുന്നതാണ്, ബാലൻ നടക്കേണ്ട വഴി അഭ്യസിപ്പിക്കുക. എന്നതാണ്? വൃദ്ധനായാലും അത് വിട്ടുമാറുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ സാധിക്കും. ഏത് ഭാഷ വേണേലും പഠിപ്പിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പണ്ടത്തെ പഴഞ്ചനോട് പറഞ്ഞ ഒരു പഴഞ്ചനം പറയുന്നത്, അടയ്ക്കയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മടിയിൽ വയ്ക്കാം. മരമായി കഴിഞ്ഞാൽ വളർന്നു കഴിഞ്ഞാൽ വെക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത്, എല്ലാവരും ഓർത്തിരിക്കേണ്ടത്, എപ്പോഴും വ്യക്തിബന്ധങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വില നൽകുന്നവരായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നാം ജീവിതത്തിൽ വിജയം പ്രാപിച്ചിരുന്നതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു മാതാവായി പിതാവായി നിങ്ങളുടെ കുഞ്ഞിനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ട് വരുവാൻ സ്വർഗത്തിലെ ദൈവം വില നൽകട്ടെ. ഈ സഭയ്ക്ക് അഥവാ സെവന്ത് ഡേ അഡ്വെന്റിസ്റ്റ് സഭയ്ക്ക്
തലമക്കമ്മമാരോ ഒന്നും ഇല്ല. ആയതുകൊണ്ട് ഇവര് രണ്ടുപേരും ഈ പൈതലിനെ ഒരു പേര് നാമകരണം അവർ ചെയ്തിട്ടുണ്ട്. ആ പേരായിരിക്കും തുടർന്ന് വിളിക്കുന്നത്. അത് ഞാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയോ ഒന്നുമല്ല, എങ്കിലും പറയുകയാണ് ഈ മോൻ അവരിട്ടിരിക്കുന്ന പേര് ആൻഡ്രൂ ബി ഓസ്റ്റിൻ അല്ലേ? അപ്പോൾ ഇനിയുള്ളതായ നാളുകളിൽ ഈ പൈതലിനെ അറിയപ്പെടുന്നതാണ് ആൻഡ്രൂ ബി ഓസ്റ്റിൻ എന്നായിരിക്കും. ദൈവം ഇതിനെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. സമർപ്പണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പാസ്റ്റേഴ്സ്, മോഡേൺ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടുകയും ബാക്കിയുള്ള ആളുകൾ ഞങ്ങളോട് വിട്ടുകൊടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നവരെ ഞങ്ങളോടൊപ്പം ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ ബാക്കിയുള്ള ഞാൻ സർവത്തിന്റെ നാഥനും ഞങ്ങളെ വീണ്ടെടുക്കുകാരനുമാകുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല ദൈവമേ, തിരുനാമത്തിൽ സ്തോത്രം. അനുഗ്രഹപൂർണമായ സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞതായ ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ദിവസന്നിധിയിൽ കർത്താവെ, ഞങ്ങളിതാ ഈ പിഞ്ചു പൈതലുമായി കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ കരുതലും കാവലും സ്നേഹവും ഇത്രത്തോളം പ്രിയ പൈതലിന്മേൽ ചൊരിഞ്ഞ് കർത്താവെ, ഈ മാതാപിതാക്കൾക്ക് ദൈവം ഒരു പൈതലിനെ നൽകി. ശമൂവേലിന് വേണ്ടി കാത്തിരുന്നതായ മാതാവ് അവനെ ലഭിച്ചപ്പോൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി നൽകപ്പെട്ടതായി ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുമ്പോൾ കർത്താവെ, തൻ്റെ 40 ദിവസം മാത്രം കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാതാപിതാക്കൾ അവനെ സമർപ്പിച്ച് ദൈവത്തിന് സാക്ഷ്യമായി നിലനിർത്തിയത് നിങ്ങൾ അറിയുന്നു കർത്താവെ. അപ്രകാരം ഈ സമയം കർത്താവ് ആൽബർട്ട് ടി ഓസ്റ്റിനെ അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ പൈതൽ കർത്താവ് ദൈവത്തിന് കൊള്ളാവുന്ന മകനായി, ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന പൈതലായി, ദൈവനാമ മഹത്വീകരണത്തിനായി നിലനിൽക്കുവാൻ കർത്താവ് തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചും സ്നേഹിച്ചും ദൈവത്തിന് ഉത്തമ സാക്ഷിയായി നിലനിൽക്കുവാൻ ദൈവം പൈതലിനെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അടിയങ്ങളോടൊപ്പം കർത്താവ് മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്നതായ ഓസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പ്രതിഭയുടെയും മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും അതോടൊപ്പം ഇന്ന് കർത്താവ് ഈ ദിവ്യമാകുന്ന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന പാസ്റ്റേഴ്സിനെയും അതുപോലെ മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരെയും ഞങ്ങൾ തിരുസന്നിധിയിൽ തരികയാണ്. ഞങ്ങളെല്ലാവരും കർത്താവെ ഒരു അപ്പത്തിൻ്റെ അംശികളായിട്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി സമർപ്പണവും ദൈവഭയമുള്ളവരായി തീരുവാൻ സഹായിക്കണം. കഴിഞ്ഞ നാളുകളിൽ പ്രിയ പൈതലിനെ കർത്താവ് അതിശയകരമായി അത്ഭുതകരമായി നടത്തി. ഇനിയുള്ളതായ നാളുകളിലും ദൈവത്തിൻ്റെ മാറാത്ത കരുതലും കാവലും സ്നേഹവും നടത്തിപ്പും പ്രിയ പൈതലിന്മേലുണ്ടാകണം. ദൈവം നൽകിയിരിക്കുന്ന ആയുസിൻ്റെ അന്ത്യത്തോളം ദൈവത്തിന് ഉത്തമ സാക്ഷികളായി മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കർത്താവെ അവർ ജീവിപ്പാനും അത് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിനങ്ങളായി മാറുവാനും ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രദറോസിനായി പ്രാർത്ഥിക്കുന്നു. കൂടുതലായി ദൈവം അനുഗ്രഹിക്കണം. അപ്രകാരം കർത്താവെ പ്രതിഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനെ സ്നേഹിച്ചും മാനിച്ചും കർത്താവെ ദൈവത്തിന് ഉത്തമ സാക്ഷിയായി നിലനിൽക്കുവാൻ സഹായിക്കണം. അവർ പാർക്കുന്ന ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൈശാചികമാകുന്ന ബന്ധനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെയും കർത്താവ് ജീവിക്കണം. നന്മകളാൽ കൃപകളാൽ നിറയ്ക്കണം. ചോദിച്ചിലധികമായ നന്മകളാലും കൃപകളാലും നിറയ്ക്കണം. മാനവും മഹത്വവും എടുക്കണം. സകല വഴിയങ്ങൾക്കായി കാൽവരിയാകമായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ, ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും ഈ പൈതലോടും അതുപോലെ മാതാപിതാക്കൾ ഓരോരുത്തരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന് കർമ്മോളം ഇരിക്കുമാറാകട്ടെ. മാതാവ് വരുത്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു.
യേശുവോട് ചേർന്ന് ഫ്ലാഷ് എല്ലാം വെക്കാൻ വേണ്ടി ബഹുനതകളിൽ വാസം ചെയ്യുന്ന അടിയുടെ ജീവന്റെ വീടായിരിക്കുന്ന അടികളെ വാഴ്ത്തപ്പെട്ട സുഖിയ നല്ല പിതാവാം ദൈവമേ, അടികളെ മനസ്സ് അടികളെ നാദൂറും വഴി നടത്തുന്ന അടികളെ തിരുകരങ്ങളിൽ വഹിക്കുന്ന സുഖിയ നല്ല പിതാവാം ദൈവമേ, അനുഗ്രഹപ്രദവും മനോഹരവുമായിരിക്കുന്ന ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാവി ഇവിടെ നടന്ന വലിയ ശുശ്രൂഷകളൊക്കെയും എന്റെ ദൈവത്തിന്റെ കൃപയും കരുതലും കാവലും കൂടെ ഇരുന്ന അങ്ങയുടെ പരിശുദ്ധാത്മ ശക്തികൾ അവിടെ നിയന്ത്രിച്ച് അനുഗ്രഹിച്ചവർക്ക് പറ്റായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാവി ആ ശുശ്രൂഷകൾക്കൊക്കെയും നേതൃത്വം നൽകിയ ഭാഷ അവിടെ കരുതി അനുഗ്രഹിച്ച അതിന്റെ കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാവി കടന്നുവന്നിരിക്കുന്ന ഓരോ മക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് വേണ്ടി കർത്താവിനോട് സന്തോഷത്തിൽ പങ്കുചേരുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ മുന്നോട്ടുള്ള ജീവിതയാത്ര കർത്താവ് ഏറ്റവും അനുഗ്രഹപ്രദവും സന്തോഷപ്രദവുമായിരിക്കുവാൻ എന്റെ ദൈവയുടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രതിഷ്ഠിച്ചതായിട്ടുള്ള പ്രിയ കുഞ്ഞിനെയും കുടുംബത്തെയും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭാവി അവരുടെ തിരുകരന്മാർ അവിടുന്ന് വഹിക്കുന്ന തുകയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവരുടെ ഉള്ളകരങ്ങൾ അവിടുന്ന് വഹിക്കുന്ന തുകയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഭാവി പ്രിയ കുഞ്ഞിനെ ദൈവസ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും മധ്യോപദേശത്തിലും വളർത്തുവാൻ കർത്താവിനോട് പ്രിയ മാതാപിതാക്കളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവേ, ഈ ദേശത്തിന് ദേശനിവാസികൾക്കൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞായി വളർന്നുവരുവാൻ എന്റെ ദൈവത്തെ പൈതൃകൾക്ക് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തെ അവിടെ അനുഗ്രഹിക്കണം, ഇവിടെ ധർമ്മങ്ങളാൽ നിറയ്ക്കണം, കരുതണം. കർത്താവേ, പിതാവേ, തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകൾക്ക് എന്റെ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും കൂടെ ഇരിക്കണം. അടിയഭായി കാൽവരി പരിശുദ്ധത്തിലേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ ദിവ്യ സമാധാനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഇന്ന് ദൈവസന്നിധിയിലായിരിക്കും നമ്മൾ ഓരോരുത്തരുടെ മേലും, വിശേഷിച്ച ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായ പ്രിയപ്പെട്ട കൈകളുടെ മേലും അതിന്റെ മാതാപിതാക്കന്മാരുടെ മേലും ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും എന്നും കാലാവസ്ഥാനത്തോളം എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകണമേ.